ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കോഡഡ് ഇൻഇക്വാലിറ്റി എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം അതിൻ്റെ ഒരു ടെക്നിക്കാണ്. നമുക്കറിയാം ഇൻഇക്വാലിറ്റിൻ്റെ കേസിൽ പൊതുവെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്, ബേസിക് ടൈപ്പും പിന്നെ കോഡഡും. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്കിപ്പോൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അത് കോഡഡ് ഇൻഇക്വാലിറ്റി ആണെന്ന് മനസ്സിലായിട്ടാണ് നമ്മൾ വർക്ക്ഷീറ്റിൽ ഇങ്ങനൊരു പ്ലസ് വരക്കുക. ഇത് നമുക്ക് 2 ഭാഗങ്ങളുണ്ട്, ഇത് മുകളിലത്തെ ഭാഗം, ഇത് താഴത്തെ ഭാഗം. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, അപ്പർ സൈഡും ലോവർ സൈഡും. ഓക്കെ, ഈ പ്ലസ് വരച്ചതിന് ശേഷം ഇനി നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യമാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആൻഡ് ഈക്വൽ ടു. ഇത് ഇതേ ഓർഡറിൽ തന്നെ ഇതേ സ്ഥാനങ്ങളിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമാണ്. അതാണ് ഈ ടെക്നിക്കിൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ നമ്മൾ ചെക്ക് ചെയ്യാം. നമുക്കറിയാം കോഡഡ് ഇൻഇക്വാലിറ്റിയിൽ ആദ്യം നമുക്ക് കുറച്ച് ഓരോ സിമ്പിൾസ് തരും, അത് ഓരോ സിമ്പിൾസും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ള ഡാറ്റ തരും, പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും കൺക്ലൂഷനും. എന്നിട്ട് ഈ ഡാറ്റ ഒക്കെ വെച്ചിട്ട് നമുക്ക് തന്ന കൺക്ലൂഷൻസ് ഡെഫിനറ്റ്ലി ട്രൂ ആണോ ഫോൾസ് ആണോ നെയ്തർ ഓർ ആണോ എന്ന് കണ്ടുപിടിക്കലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന സിമ്പിൾസ് ചെക്ക് ചെയ്യാലോ. $B മീൻസ് A ഈസ് നെയ്തർ ഗ്രേറ്റർ നോട്ട് സ്മോളർ ദാൻ B. ഇതിൽ ഡോളർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെയ്തർ ഗ്രേറ്റർ നോ സ്മോളർ. അതിനർത്ഥം എന്താ? ഗ്രേറ്റർ അല്ല സ്മോളർ അല്ല. അപ്പോൾ ഡോളർ എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ്. അപ്പോൾ ഈ ഡോളർ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണമെന്ന് അറിയോ? ഈ ഈക്വൽ ടുവിൻ്റെ അടുത്തായിട്ട് മാർക്ക് ചെയ്യാം. അടുത്തത് അറ്റ് B മീൻസ് A ഈസ് നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ ഈക്വൽ ടു B. A എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാനും അല്ല ഈക്വൽ ടും അല്ല. അപ്പം എന്താ? ലെസ് ദാൻ. അപ്പോൾ അറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ആണ്. അപ്പോൾ നമ്മൾ ഈ അറ്റ് ലെസ് ദാൻ്റെ അവിടെ കൊണ്ട് എഴുതാം. അടുത്തത് %B മീൻസ് A ഈസ് നെയ്തർ സ്മോളർ ദാൻ നോർ ഈക്വൽ ടു B. പെർസെൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്മോളർ ദാനും അല്ല ഈക്വൽ ടു അല്ല. അപ്പോൾ ഗ്രേറ്റർ ദാൻ. അപ്പോൾ പെർസെൻറ്റേജ് എവിടെ എഴുതണം? ഗ്രേറ്റർ ദാൻ്റെ അടുത്ത്. അടുത്തത് ആൻഡ് B മീൻസ് A ഈസ് നോട്ട് സ്മോളർ ദാൻ B. അപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ സ്മോളർ ദാൻ അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി അടുത്ത #B മീൻസ് A ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ B. A എന്ന് പറയുന്നത് ബിനേക്കാളും ഗ്രേറ്റർ അല്ല എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ സ്മോളറും ആവാം ഈക്വലും ആവാം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ നമുക്ക് തന്ന ഡാറ്റ ഒക്കെ വെച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്ന സ്റ്റേറ്റ്മെൻറ്റും കൺക്ലൂഷനിലേക്ക് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഇതാ: W ആൻഡ് P %G, G at I#N. ഇനി ഫസ്റ്റ് കൺക്ലൂഷൻ എടുക്കാം. P%I എന്ന കൺക്ലൂഷനെ തന്നിട്ടുള്ളത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പിയും ഐയും തമ്മിൽ നമ്മൾക്ക് എങ്ങനെ ഇവിടുന്ന് റിലേഷൻ കണ്ടുപിടിക്കാം? P%G, G at I. ഈ ഒരു രീതിയിൽ നമുക്ക് പിയും ഐയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ പിൻ്റെയും ഐൻ്റെയും ഇടയിൽ 2 സിമ്പിൾസ് വരും, പെർസെൻറ്റേജും അറ്റും. അപ്പോൾ ഈ പെർസെൻറ്റേജും അറ്റും നമ്മൾ വരച്ചിരിക്കുന്നതിൽ നോക്കുക. ഇതേ പെർസെൻറ്റേജ് അറ്റ്, ഇത് രണ്ടും 2 സൈഡിലായിട്ടല്ലേ വരുന്നത്. അറ്റ് മുകൾ ഭാഗത്തും പെർസെൻറ്റേജ് താഴ്ഭാഗത്തും വരുന്നത്. ഇങ്ങനെ 2 ഭാഗങ്ങളിലായിട്ടാണ് നമ്മളുടെ 2 സിമ്പിൾസ് വരുന്നത് എങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷനിലെ ആ ലെറ്റേഴ്സ് തമ്മിൽ ഒരു ഡെഫിനറ്റ്ലി ട്രൂ ആയിട്ടുള്ള ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഫോൾസ് ആണ്. ഒന്നാമത്തെ കൺക്ലൂഷൻ P%I തെറ്റാണെന്ന് കിട്ടി. അടുത്തത് നോക്കാം. G at N. അപ്പോൾ ജിയും എന്നും തമ്മിലുള്ള റിലേഷൻ നമ്മൾക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കാം. ജിയും എന്നും നമ്മൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ജിയും ഐയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, ഐയും എന്നും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ GIN എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണക്ട് ചെയ്തൂടെ? അപ്പോൾ ജിന്ന് ഐയിലേക്കുള്ളത് റിലേഷൻ അറ്റാണ്, ഐന്ന് എന്നിലേക്കുള്ളത് #ആണ്. അപ്പോൾ G to Nലേക്ക് 2 സിമ്പിൾസ് ഉണ്ട്, അറ്റും #ഉം. അപ്പോൾ 2 സിമ്പിൾസ് നമുക്ക് കിട്ടി, അറ്റ് #. നമ്മളുടെ വരച്ചതിൽ നോക്കാം, അറ്റും #ഉം ഒരേ സൈഡിലാണ്. അപ്പം തെറ്റല്ല എന്തായാലും. അപ്പം അറ്റും #ഉം കൂടെ കമ്പൈൻ ചെയ്താൽ ഒരേ സൈഡിലെ സിമ്പിൾസ് കമ്പൈൻ ചെയ്ത് കിട്ടുന്നത് ആ ഒരേ സൈഡിലെ ലെഫ്റ്റ് സൈഡിലുള്ള സിമ്പിൾ ആയിരിക്കും. അപ്പോൾ അറ്റും #ഉം കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്നത് അറ്റായിരിക്കും. അപ്പോൾ ജിൻ്റെയും എന്നിൻ്റെയും ഇടയിൽ 2 സിമ്പിൾസ് ഉണ്ട്, അറ്റും #ഉം. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്നത് അറ്റാണ്. അപ്പോൾ ജിൻ്റെയും എന്നിൻ്റെയും ഇടയിൽ വരേണ്ട സിമ്പിൾ അറ്റാണ്. തന്നിട്ടുള്ളത് അറ്റ് തന്നെയാണോ? അതെ, ജിൻ്റെയും എന്നിൻ്റെയും ഇടയിൽ അറ്റ് തന്നെയാണ് കൺക്ലൂഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ശരിയാണ്. ഇനി അടുത്ത നമ്മളുടെ കൺക്ലൂഷൻ G at W. അതായത് ജിയും ഡബ്ല്യൂയും തമ്മിലെ റിലേഷനിൽ അറ്റ് എന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ജിയും ഡബ്ല്യൂ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കുക. പി വെച്ചിട്ട് ഒരു കണക്ഷൻ പോകുന്നുണ്ട്, ഡബ്ല്യൂക്ക് പി ആയിട്ടും ബന്ധമുണ്ട്, ജിക്കും പി ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ WP G ആ രീതിയിൽ നമുക്ക് റിലേഷൻ പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ കൺക്ലൂഷനിൽ G to W ആണേ.
നമ്മളിപ്പോൾ ചെയ്യുന്നത് W to G കണ്ടുപിടിക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് തിരിച്ചത് G to W ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. W to G നമുക്ക് നോക്കാം. W എന്ന് Pയിലേക്ക്, P എന്ന് Gയിലേക്ക്. ഇപ്പോൾ W എന്ന് Pയിലേക്ക് ആൻഡ് P എന്ന് Gയിലേക്ക് പെർസെൻറ്റേജ്. ഇപ്പോൾ ആൻഡും പെർസെൻറ്റേജും ആണേ. നമ്മളിതിൽ നോക്കുക. ആൻഡും പെർസെൻറ്റേജും ഒരേ സൈഡിലാണ്. ഒരേ സൈഡിൽ രണ്ട് സിമ്പിൾസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെയാണ് കിട്ടുക. പെർസെൻറ്റേജും ആൻഡും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആണ് കിട്ടുക. അപ്പോൾ ഡബ്ല്യുവിൻ്റെയും ജിൻ്റെയും ഇടയിൽ ആൻഡും പെർസെൻറ്റേജും ആണ്. അത് കമ്പൈൻ ചെയ്താൽ കിട്ടുന്നത് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഡബ്ല്യുവിൻ്റെയും ജിൻ്റെയും ഇടയിൽ പെർസെൻറ്റേജ് ആണ് വരേണ്ടത്. അയ്യോ, അപ്പോൾ പെർസെൻറ്റേജ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഇത് അറ്റല്ലേ വരുന്നത്, തെറ്റെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ W to G ആണ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ടത്. ഇനി G to W എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ W to G പെർസെൻറ്റേജ് ആണെങ്കിൽ W to G പെർസെൻറ്റേജ് ആണെങ്കിൽ G to Wൻ്റെ ഇടയിൽ വരുന്ന സിമ്പിൾ ഈ പെർസെൻറ്റേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാവരുത്, നേരെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും. അപ്പോൾ W to G എന്നുള്ളത് പെർസെൻറ്റേജ് ആണെങ്കിൽ G to W ഉള്ളത് അറ്റായിരിക്കും. നമ്മളെ കൺക്ലൂഷൻ അങ്ങനെ തന്നെയല്ലേ തന്നിട്ടുള്ളത്, G to W അറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ശരിയാണ്. ഇനി നാലാമത്തെ കൺക്ലൂഷൻ നോക്കാം. എന്നും ഡബ്ല്യുവും തമ്മിലുള്ളൊരു റിലേഷനിൽ നാലാമത് തന്നിട്ടുണ്ട്, N പെർസെൻറ്റേജ് W. അത് ശരിയാണോ തെറ്റാണോ നോക്കാം. എന്നും ഡബ്ല്യു നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് നോക്കാം. ഡബ്ല്യുന്ന് Pയിലേക്ക്, Pന്ന് Gയിലേക്ക്, Gന്ന് Iയിലേക്ക്, Iന്ന് Nയിലേക്ക്. ഓക്കെ, W to P ഏതാ? ആൻഡ് P to G പെർസെൻറ്റേജ്, G to I at I to N ഹാഷ്. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന N to W ആണ്. പക്ഷെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നേരിട്ട് കിട്ടുന്നത് W to N കിട്ടും. നമുക്ക് അത് കണ്ടുപിടിച്ചിട്ട് തിരിച്ചിടാൻ നമ്മൾ പഠിച്ചല്ലോ ഓൾറെഡി. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. W to N നോക്കിയേ, ആൻഡ് പെർസെൻറ്റേജ് അറ്റ് ഹാഷ് ഇത്രയും സിമ്പിൾസ് ഇടയിൽ വരുന്നുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത്രയും സിമ്പിൾസ് നമുക്ക് കമ്പയർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വീതം കമ്പൈൻ ചെയ്ത് നോക്കുക. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അതുമായിട്ട് ഇത് നോക്കുക. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആൻസറുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യുക. അവസാനം ഒരു സിമ്പിൾ കിട്ടും എന്തായാലും. ആദ്യത്തെയും അവസാനത്തെ എന്നിൻ്റെ ഇടയിൽ ഒറ്റ സിമ്പിളായിട്ട് കിട്ടും. അത് തന്നെയാണോ കൺക്ലൂഷനിൽ തന്നത് നോക്കിയിട്ടാണ് ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഡബ്ല്യുവിൻ്റെയും എന്നിൻ്റെ ഇടയിൽ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. അതും ഡിഫറെൻറ്റ് ആയിട്ടുള്ള സിമ്പിൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലെ സിമ്പിൾസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് ലെറ്റേഴ്സ് തമ്മിൽ ഒരു ഡെഫിനറ്റ്ലി ട്രൂ ആയിട്ടുള്ള ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇന്നതാണ്, അത് ഗ്രേറ്റർ ആണ്, ലെസ് ദാൻ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആൻഡ്, അറ്റ്, ഹാഷ് എല്ലാ സിമ്പിൾസും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഓരോ സിമ്പിൾസും എന്ത് നോക്കൂ, ആൻഡ് പെർസെൻറ്റേജ് അറ്റ് ഹാഷ്. ആൻഡും പെർസെൻറ്റേജും ഒരേ സൈഡിലാണ്, പക്ഷെ അറ്റും ഹാഷും വേറെ സൈഡിലാണ്. ഇത് മൊത്തം കമ്പൈൻ ചെയ്ത് നിന്നാലും നമുക്കൊരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ W to N അങ്ങനെ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ N to W അങ്ങനെ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നാലാമത്തെ തെറ്റാണ്. നമുക്ക് അതിനായിട്ടൊരു ഡെഫിനറ്റ്ലി ട്രൂ ആയ റിലേഷൻ നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നാലാമത്തും തെറ്റാണ്. അഞ്ചാമത്തേലും N ഉം W തന്നിട്ടുള്ളത്. ഇതിൽ ഇവർ ഹാഷ് ആണെന്ന് പറയുന്നത്, പക്ഷെ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതും തെറ്റാണ്. അങ്ങനെ 4ഉം 5ഉം തെറ്റാണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൽ രണ്ടിലും സെയിം ലെറ്റേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, Nനെ കുറിച്ചും Wനെ കുറിച്ചും. അത് രണ്ടും തെറ്റാണെന്നും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സെയിം ലെറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന രണ്ട് കൺക്ലൂഷൻസ് തെറ്റാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എയ്തർ ഓർ എന്നുള്ള കണ്ടീഷൻ കൂടെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ അത് രണ്ടും തെറ്റെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യരുത്. എയ്തർ ഓർ വരുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ Nനും Wനും ഇടയിൽ നമുക്കൊരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താ, റിലേഷൻ കറക്റ്റ് ഡെഫിനറ്റ്ലി ട്രൂ ആണെന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് പറയാം, ഒന്നുകിൽ N Wനേക്കാളും ചെറുതായിരിക്കാം, അല്ലെങ്കിൽ N Wനേക്കാളും വലുതായിരിക്കാം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും സംഭവിക്കുമല്ലോ. അപ്പോൾ അത് ഈ 4ലും 5ലും കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ നാലാമത്തേൽ N പെർസെൻറ്റേജ് W എന്നല്ല തന്നെ. പെർസെൻറ്റേജ് പറഞ്ഞാൽ ഗ്രേറ്റർ അല്ലേ. അപ്പോൾ നാലാമത്തേൽ പറയുന്നു N Wനേക്കാളും വലുതാണെന്ന്. അഞ്ചാമത്തേൽ എന്താ പറയുന്നത്, ഹാഷ് വന്ന സ്ഥിതിക്ക് N ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് പറയുന്നു Wനേക്കാളും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിരിക്കില്ലേ ഒരു സമയത്ത്. അതായത് ഒന്നിക്കിൽ N Wനേക്കാളും വലുതാവാം, അല്ലെങ്കിൽ ചെറുതാവാം, അല്ലെങ്കിൽ ഈക്വൽ ആകാം. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് ശരിയാവില്ലല്ലോ. അപ്പോൾ എയ്തർ 4 or 5 ആണ് ട്രൂ ആയിരിക്കുക. ഒരു സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ 4ഉം 5ഉം തെറ്റാണ് നിർത്തിയതിന് ശേഷം എയ്തറോട് ചെക്ക് ചെയ്യുക. ഇവിടെ എയ്തർ ഓർ ആണ്.
either 4 or 5 follows എന്നും കൂടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഈ അപ്പർ സൈഡ് ലോവർ സൈഡ് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. സെയിം സൈഡിലുള്ള സിമ്പിൾസ് കമ്പൈൻ ചെയ്താൽ എന്താന്ന് കിട്ടുക, ഓപ്പോസിറ്റ് സൈഡിലുള്ള സിമ്പിൾസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ എന്താ കിട്ടുക എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് ഈക്വൽ ടു വരുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന്. അത് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു സ്റ്റേറ്റ്മെന്റിൽ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഡോളർ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്തു. അതിന് കണക്കായിട്ടുള്ള 2 കൺക്ലൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6ാമത്തെ കൺക്ലൂഷൻ നോക്കാം. I#k അത് ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഐയും കെയും തമ്മിൽ റിലേഷൻ കണ്ടുപിടിക്കുക. ഐന്റെയും കെന്റെയും മിഡിലായിട്ട് നമുക്ക് n വരുന്നുണ്ട്. അപ്പോൾ ഐയും കെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് n ആണ്. അപ്പോൾ I to n ഹാഷ് ആണ്, n to k ഡോളറാണ്. അപ്പോൾ ഐന്റെയും കെന്റെയും ഇടയിൽ വരുന്നത് ഹാഷും ഡോളറാണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സിമ്പിൾ ആയിരിക്കും ഐന്റെയും കെന്റെയും ഇടയിൽ വരുന്നത്. അപ്പോൾ ഹാഷും ഡോളറും തമ്മിൽ കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും? ഹാഷ് ഇവിടെയുണ്ട്, ഡോളർ ഇവിടെയുണ്ട്. അപ്പോൾ മുന്നത്തെ കൺക്ലൂഷൻസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പർ സൈഡിലുള്ളത് കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും, ലോവർ സൈഡിലുള്ളതും അപ്പർ സൈഡിലുള്ളതും ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈക്വൽ ടുവിന്റെ അടുത്ത് വരുന്ന സിമ്പിളുമായിട്ട് ഏത് കമ്പൈൻ ചെയ്താലും എന്താ കിട്ടുക എന്നുള്ളത് കഴിഞ്ഞ കൺക്ലൂഷൻസിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈക്വൽ ടുവിന്റെ അടുത്തുള്ള സിമ്പിളുമായിട്ട് ഏത് സിമ്പിൾ കമ്പൈൻ ചെയ്താലും കിട്ടുന്നത് ആ സിമ്പിൾ ആയിരിക്കും. മീൻസ് ഈക്വൽ ടുവിന്റെ അടുത്തുള്ള ഡോളറുമായിട്ട് ഈ ഹാഷ് കമ്പൈൻ ചെയ്താൽ കിട്ടുന്നത് ഹാഷ് ആണ്. അതുപോലെ ഈ ഡോളറുമായിട്ട് അറ്റാണ് കമ്പൈൻ ചെയ്യുന്നത്, കിട്ടുന്ന ആൻസർ അറ്റാണ്. പെർസെൻറ്റേജ് ആണ് ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ആൻസർ പെർസെൻറ്റേജ് ആണ്. ആൻഡ് ആണ് ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്, കിട്ടുന്ന ആൻസർ ആൻഡ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ഈക്വൽ ടുവിന്റെ അടുത്തുള്ള സിമ്പിളുമായിട്ട് ഏത് കമ്പൈൻ ചെയ്താലും കിട്ടുന്ന ആൻസർ ആ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്തത് ഹാഷ് ആണ്. അപ്പോൾ ഹാഷും ഡോളറും കൂടെ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നത് ഹാഷ്. അപ്പോൾ I#k ആണ്, അത് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ശരിയാണ്. ഇനി അടുത്തത് G@k ശരിയാണോ എന്ന് നോക്കണ്ടേ. ജിയും കെയും തമ്മിൽ റിലേഷൻ. അപ്പോൾ ജി കെയും തമ്മിൽ നമ്മൾ ഏതൊക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്? G to I പോകാൻ പറ്റും, I നിന്ന് N-ലേക്ക്, N നിന്ന് K-ലേക്ക്. അങ്ങനെ നമുക്ക് G നിന്ന് K-ലേക്ക് ഒരു കണക്ഷൻ കിട്ടും. അപ്പോൾ G നിന്ന് K-ലേക്ക് ഇതിന്റെ ഇടയിൽ ഏതൊക്കെ സിമ്പിൾ വരും? അറ്റ്, ഹാഷ്, ഡോളർ. അപ്പം നമ്മൾ നോക്കാം, അറ്റും ഹാഷും ഡോളറും വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഡോളറുമായിട്ട്, അതായത് ഈക്വൽ ടുവിന്റെ അടുത്തുള്ള സിമ്പിളുമായിട്ട് ഏത് കമ്പൈൻ ചെയ്യുന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം അറ്റും ഹാഷും കമ്പൈൻ ചെയ്യുക. ശ്രദ്ധിക്കുക, ജിന്റെയും കെന്റെയും ഇടയിൽ അറ്റും ഹാഷും ഡോളറും ഉള്ളത്. അപ്പം 3 സിമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം 2 കമ്പൈൻ ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസർ 3ാമത്തതായിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പം നമുക്ക് അറ്റും ഹാഷും ആദ്യം കമ്പൈൻ ചെയ്യുക. അപ്പം സെയിം സൈഡിലുള്ളതാണ്. അപ്പം കിട്ടുന്ന ആൻസർ എന്താ? ലെഫ്റ്റ് സൈഡിലുള്ളതായിരിക്കും. അറ്റും ഹാഷും കമ്പൈൻ ചെയ്യുമ്പോൾ അറ്റ് കിട്ടി. ഇനിയുള്ള സിമ്പിൾ ഡോളറാണ്. അറ്റും ഹാഷും കമ്പൈൻ ചെയ്ത് കിട്ടിയ അറ്റുമായിട്ട് ഡോളർ കമ്പൈൻ ചെയ്യുമ്പോൾ അറ്റാണ് കിട്ടുന്നത്. കാരണം ഈക്വൽ ടുവിന്റെ അടുത്തുള്ള സിമ്പിളായിട്ട് എന്ത് കമ്പൈൻ ചെയ്താലും ആ സിമ്പിൾ തന്നെയല്ലേ കിട്ടുക. അപ്പം അറ്റും ഡോളറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അറ്റ് കിട്ടും. അപ്പം എന്താ? ജിയും കെയിന്റെ ഇടയിൽ വരുന്ന 3 സിമ്പിൾസ് കമ്പൈൻ ചെയ്ത് കിട്ടുന്നതിന്റെ ആൻസർ അറ്റാണ്. അപ്പോൾ G@k ആണ്, അത് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഏതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്? ഓൺലി 2, 3, 6, 7 ആൻഡ് either 4 or 5. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ.